പെരുന്നാൾ അടുത്തെത്തുമ്പോൾ ഓരോ വീടുകളിലും സന്തോഷത്തിൻ്റെ ചെറുചിരികൾ ഉണ്ടായി തുടങ്ങും. 30 ദിവസത്തെ നോമ്പിന് ശേഷം അതാ പെരുന്നാൾ വരുമ്പോൾ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഒത്തിരി സന്തോഷമായിരിക്കും. പക്ഷേ ബഷീറിൻ്റെ വീട്ടിൽ ആ സന്തോഷമില്ല, ആ മക്കൾക്കും ആ സന്തോഷമില്ല. കാരണം പുതിയ വസ്ത്രങ്ങളുടെ സുഗന്ധവും അടുക്കളയിൽ നിന്ന് വരുന്ന ബിരിയാണിയുടെ മണവും അത് ഏതൊരു മക്കളുടെയും ആവേശമായിരിക്കും. പക്ഷേ അതുപോലെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ വീടുകൾ ഉണ്ടാവില്ല. ബഷീറിൻ്റെ വീട്, അതെ, അതൊരു ചെറിയ പഴയ വീടാണ്. ജീവിതത്തിൻ്റെ ഭാരത്തിൽ നിസ്സഹായനായ ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ബഷീർ. ഒരിക്കൽ ഒരു കുടുംബത്തിൻ്റെ കരുത്തായിരുന്ന ആ മനുഷ്യൻ ഇന്ന് കിടപ്പിലാണ്. അതെ, അദ്ദേഹം നോമ്പ് മാസത്തിൽ തൻ്റെ മക്കൾക്ക് കൃത്യമായും ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവൻ പൂർണ്ണമായും തകർന്നിരുന്നു. ജോലി ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിൽ ഒരു വരുമാനവുമില്ല. സുഖമില്ലാതെ ആ പിതാവ് കിടക്കുകയാണ്. മക്കൾ പിന്നെ എങ്ങനെ പട്ടിണി അല്ലാതിരിക്കും? അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എല്ലായ്പ്പോഴും ഒരു വേദനയുണ്ടായിരുന്നു. റബ്ബേ, എൻ്റെ മക്കൾക്ക് പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കാനുള്ള പൈസയൊന്നും എൻ്റെ അടുത്തില്ലല്ലോ റബ്ബേ. എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷ, അവൾ ഒരു സഹനത്തിൻ്റെ പ്രതീകമായിരുന്നു. ഒരു സാധാരണ സ്ത്രീയല്ലായിരുന്നു അവൾ. അവളൊരു ഉമ്മ, അതെ, ഒരു ഭാര്യ, ഒന്നുമല്ലെങ്കിൽ ഒരു പോരാളി എന്ന് തന്നെയും പറയാം. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും തീറ്റിപ്പോറ്റുവാൻ വേണ്ടി അവൾ പകലന്തിയോളം കഷ്ടപ്പെടും. എങ്കിലും അവൾക്ക് കിട്ടുന്നതോ തുച്ഛമായ വരുമാനം മാത്രം. രാവിലെ തന്നെ അവൾ വീട് വിട്ട് പുറപ്പെടും. അടുത്തുള്ള വീടുകളിൽ ജോലി ചെയ്യാൻ. പാത്രം കഴുകലും വീട് വൃത്തിയാക്കലും അലക്കലും കുക്കിങ്ങും എല്ലാം അവൾ ചെയ്യും. പക്ഷേ കിട്ടുന്നതോ ചെറിയൊരു വരുമാനം മാത്രം. അല്ലെങ്കിൽ അല്പം പഴകിയ ഭക്ഷണം. ഫ്രഷായി ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ നിന്ന് അല്പം പോലും കൊടുക്കില്ല. അതെ, ബാക്കിയുള്ള ഭക്ഷണങ്ങളാണ് അവൾക്ക് പലപ്പോഴും അവർ നൽകിയിരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട 4 മക്കൾ, അതെ, ബഷീറിൻ്റെയും ആയിഷയുടെയും 4 മക്കളിൽ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമായിരുന്നു. എന്നാൽ പെരുന്നാൾ അടുത്തു വരുന്നതോടെ അവരുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം. ഉപ്പച്ചി, ആ മക്കളെ, ഉപ്പച്ചി, അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു. ഞങ്ങളെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ആ വാക്കുകൾ കേട്ട് ബഷീറിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു പോയി. റബ്ബേ, എൻ്റെ മക്കൾ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ലല്ലോ. ജോലിക്ക് പോകുവാനുള്ള ശേഷിയെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഭീമമായ ഒരു സംഖ്യ ചെലവഴിച്ചാൽ മാത്രം അദ്ദേഹത്തിൻ്റെ ചികിത്സ മുന്നോട്ട് പോകും. പക്ഷേ ഈ ഒരു പ്രാരാബ്ധം ദാരിദ്ര്യത്തിനിടയിൽ എവിടുന്ന് പൈസ? അദ്ദേഹം എല്ലാം പടച്ച റബ്ബിൽ അർപ്പിച്ചു. ഒരിക്കൽ ആയിഷയോട് പറഞ്ഞു, ആയിഷ, എന്നെക്കൊണ്ട് നീ ബുദ്ധിമുട്ടില്ലേ? എൻ്റെ മക്കളെ നോക്കണം, എന്നെയും നോക്കണം. എന്നെ അങ്ങ് പടച്ചും കൊണ്ടുപോയിരുന്നെങ്കിൽ നിനക്ക് ഇത്ര പ്രയാസം ഉണ്ടാവുന്നില്ലല്ലേ? പെട്ടെന്ന് അവൾ തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ വായ് പൊത്തിക്കൊണ്ട് പറഞ്ഞു, ഇക്ക, നിങ്ങളത് പറയല്ലേ. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നാൽ മതി. നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെ മതി. എന്നാൽ തന്നെ എനിക്ക് സമാധാനമാണ്. അതെ, നിങ്ങളൊരു ജോലിക്കും പോകണ്ട. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ എനിക്ക് സന്തോഷമാണ്. ഇക്ക, അങ്ങനെയൊന്നും ദുആ ചെയ്യില്ലേ? എനിക്ക് നിങ്ങൾ വേണം. അതെ, ഞാൻ മരിച്ചിട്ട് നിങ്ങൾ മരിച്ചാൽ മതി ഇക്ക. ഒരിക്കലും ഞങ്ങൾ വിട്ട് നിങ്ങൾ പോവില്ലേ? സ്നേഹത്തോടെ സങ്കടത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ തലോടിക്കൊണ്ട് അവളത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു. അല്ലാഹുവേ, അതെ, ഒരാൾക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യ അത് എൻ്റെ ഭാര്യ തന്നെയാണ്. പാവം, അവളുടെ വാക്കുകൾ ഒരൊറ്റ പോലും അവൾ എന്നോട് മുഖം കറുപ്പിച്ച് കാണിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. പാവമാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന എൻ്റെ പെണ്ണ് ആയിഷ. അല്ലാഹുവേ, അവൾക്ക് നീ സ്വർഗം കൊടുക്കല്ല. എപ്പോഴും ആ പിതാവ് അങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ അസുഖമാണ്. അത് അള്ളാഹുവിൻ്റെ പരീക്ഷയാണ്. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളുണ്ടല്ലോ. ആ വാക്കുകൾ കേട്ട് ബഷീർ കരഞ്ഞു. എന്നാൽ പെരുന്നാളിൻ്റെ തലേ ദിവസം തൻ്റെ പിഞ്ചുമക്കളുടെ മുഖത്ത് നോക്കിയപ്പോൾ ആയിഷക്ക് വല്ലാത്ത സങ്കടം. റബ്ബേ, എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. റബ്ബേ, എല്ലാവരും പുതുവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഇതുവഴി ഓടിച്ചാടി കളിക്കുമ്പോൾ
പാവം എൻ്റെ മക്കൾ പഴയതിട്ട് പോകുന്ന രംഗം. സാരില്ലല്ല പഠിച്ചോനെ, അത് നിൻ്റെ പരീക്ഷണമായിരിക്കുമല്ലോ അല്ലേ റഹ്മാനെ. അള്ളാഹുവേ, എൻ്റെ മക്കൾക്ക് ഈ ദുനിയാവിൽ നിന്ന് പുതുവസ്ത്രമിടാൻ ഭാഗ്യമില്ലെങ്കിലും റഹ്മാനെ, നാളെ ആഖിറത്തിൽ നിന്ന് അവർക്ക് നീ നൽകണേ അല്ലാ. അവൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. എന്നാൽ പെരുന്നാളിൻ്റെ തലേ ദിവസം അവൾ ജോലിക്ക് പോകുന്ന ആ വലിയ വീട്ടിൽ വലിയ തിരക്കാണ്. ബിരിയാണിക്കുള്ള ചിക്കൻ വൃത്തിയാക്കൽ, ബീഫ് മുറിക്കൽ, ഉള്ളി അരിയൽ, വെജിറ്റബിൾ അരിയൽ, അങ്ങനെ ഒരുപാട് ജോലികൾ. അതുമാത്രമല്ല, വീട് മുഴുവനും വൃത്തിയാക്കലും അവിടെയുള്ള ഡ്രസ്സുകൾ മുഴുവൻ അലക്കലും പാത്രങ്ങൾ കഴുകലും എല്ലാം. സത്യം പറഞ്ഞാൽ നോമ്പ് നോറ്റിട്ടും അന്നൊരുപാട് സമയത്തെ ജോലിയുണ്ടായിരുന്നു അവൾക്ക്. ഒരു നിമിഷം അവൾ കൊതിച്ചു പോയി. ആയിഷ, ഈ മക്കളും ഇങ്ങോട്ട് പോരട്ടോ നാളെ ഭക്ഷണം കഴിക്കാൻ. അവൾ കൊതിച്ചു പോയി എൻ്റെ പൊന്നു മക്കൾക്കെങ്കിലും. പക്ഷേ ഒന്നും പറഞ്ഞില്ല അവൾ ഒരു വിശ്രമവുമില്ലാതെ എല്ലാ ജോലികളും കഴിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അന്നും അവൾക്ക് കിട്ടിയത് ഇത്രയും കഷ്ടപ്പെട്ട ശേഷം അന്ന് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് പഴകിയ ഭക്ഷണം മാത്രം. പുതിയത് കൊടുക്കാൻ പോലും അവർ മടിച്ചു. തലേന്ന് രാത്രിയാണ് പിറ്റേന്നൊക്കെയുള്ള ബിരിയാണിയുടെ ദമ്മിട്ട് അവൾ പോരുന്നത്. അവൾ ആ ഭക്ഷണം കയ്യിൽ പിടിച്ചു കണ്ണീരോടെ മനസ്സിൽ പറഞ്ഞു, റബ്ബേ, എൻ്റെ മക്കൾക്ക് പുതിയ ഡ്രസ്സ് പോലും വാങ്ങാൻ കഴിയുന്നില്ല റഹ്മാനെ, ബിരിയാണി വെച്ച് കൊടുക്കാനും കഴിയുന്നില്ല. എന്നാൽ അന്ന് രാത്രി ആയിഷ വീട്ടിലേക്ക് തിരിച്ചു വന്നു. മക്കൾ സന്തോഷത്തോടെ ചോദിച്ചു, ഉമ്മ എന്ത് കൊണ്ടുവന്നത്? എന്നാൽ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻഷാ അല്ലാ ഉമ്മച്ചി ഒക്കെ ഉണ്ടാക്കി തരണ്ട കേട്ടോ. ഇന്ന് എൻ്റെ മക്കൾ സമാധാനത്തോടു കൂടി ഉറങ്ങിക്കോളൂ. പക്ഷേ ആ ചിരിയുടെ പിന്നിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ആ പുലർച്ചെ അവൾ തഹജ്ജുദ് നമസ്കരിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു. പടച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എൻ്റെ മക്കളെ നീ കാത്തുരക്ഷിക്കല്ല. എൻ്റെ മക്കൾക്ക് സന്തോഷം നൽകണം അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനും സന്തോഷം നൽകണേ അല്ലാ. എല്ലാവരും പുതുപുത്തൻ ഉടുപ്പിട്ട് മൈലാഞ്ചി അണിഞ്ഞ് സുന്ദരി കുട്ടികളായി ഇതുവഴിയെല്ലാം വരും. അവളുടെ കൂട്ടുകാരികളും എല്ലാവരും ഉണ്ടാകും. പക്ഷേ എൻ്റെ പൊന്നു മക്കൾക്ക് പുതിയ വസ്ത്രം ഇടാനില്ലല്ലോ എന്ന് ആലോചിച്ച് അവൾ മനസ്സ് തട്ടി ദുആ ചെയ്തു, റബ്ബേ പഠിച്ചോനെ, ഇൻഷാ അല്ലാ അടുത്ത വർഷമെങ്കിലും റഹ്മാനെ എൻ്റെ മക്കൾക്ക് വസ്ത്രം വാങ്ങുവാനുള്ള ഭാഗ്യം നീ നൽകണമല്ല. അവൾ നിസ്കരിച്ച് ദുആ ചെയ്യുകയാണ്. തൻ്റെ പിഞ്ചുമക്കൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടം. പെട്ടെന്നതാ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. സുബഹ് ബാങ്ക് കൊടുത്തിട്ടില്ല, അതിനു മുമ്പേ തന്നെ. അല്ലാ, ഈ സമയത്ത് റബ്ബേ വാതിലിന് മുട്ടുന്നത്? സുബഹ് ബാങ്ക് കൊടുത്തിട്ട് പോലുമില്ലല്ലോ. ആരായിരിക്കും റബ്ബേ ഈ സമയം? ഒരു നിമിഷം അവൾ ഒന്ന് ഭയന്നു. എങ്കിലും അവൾ നിസ്കാരപ്പായ പൊക്കി പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. വീണ്ടും ആ ഒരു ശബ്ദം കേൾക്കുന്നു. വാതിൽ മുട്ടുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ അവൾക്ക് ഭയം തോന്നി. ആയിഷയുടെ ഹൃദയം ഒരു നിമിഷം നിൽക്കുന്ന പോലെ തോന്നി. ഈ സമയം ആരാ റബ്ബേ? അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ. ആരെങ്കിലും വന്നാൽ നമ്മളുള്ളത് പോലും പങ്കുവെക്കേണ്ടി വരുമല്ലോ. ആയിക്കോട്ടെ, ഒരുപക്ഷെ ആരെങ്കിലും സഹായത്തിനാണെങ്കിലോ? ഉള്ളതിൽ നിന്ന് അല്പം ഞാൻ കൊടുക്കും. എങ്കിലും അവൾ സന്തോഷത്തോടു കൂടി അവൾ പതുക്കെ വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ ശരിക്കും അവൾ ഞെട്ടി. അവളുടെ കണ്ണുകൾ വിസ്മയത്താൽ നിശ്ചലമായി. വാതിൽക്കൽ ഒരു യുവാവ്. നിങ്ങൾ ആരാ? സഹോദരി, പേടിക്കണ്ട. സാധാരണ വേഷം, മുഖത്തൊരു ശാന്തത. പക്ഷേ അവൻ്റെ പിന്നിൽ ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. വലിയ കവറുകൾ, അരിച്ചാക്ക്, ചിക്കൻ, ബീഫ് മസാലകൾ, പുതിയ വസ്ത്രങ്ങൾ, മൈലാഞ്ചി, എല്ലാം കൂടി അടങ്ങിയ വലിയൊരു കിറ്റ്. ശരിക്കും ആയിഷ അത്ഭുതപ്പെട്ടു. ഈ സുബഹിക്ക് മുമ്പേ ഇത് ആർക്കാണ്? അവൾ വിറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ആ യുവാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വീട്ടിലേക്കാണ്.
എന്നാൽ ആയിഷ ചോദിച്ചു, ഇത് ആരാണ് ഇങ്ങോട്ട് തരാൻ ഏൽപ്പിച്ചത്? അവൾ ഒരു നിമിഷം അത് പറഞ്ഞപ്പോൾ അവൻ നിശബ്ദമായി നിന്നു. ശേഷം പറഞ്ഞു, അത് മറ്റാരുമല്ല, ചില പ്രാർത്ഥനകൾ ആകാശത്ത് മറഞ്ഞു പോകുന്നില്ല. അവൻ്റെ വാക്കുകൾ ശരിക്കും അവളെ വീണ്ടും അത്ഭുതപ്പെടുത്തി. നിങ്ങൾ പല രാത്രികളിലും തഹജ്ജുദ് നമസ്കരിച്ചു. കണ്ണീരോടെ പറഞ്ഞില്ലേ, റബ്ബേ എൻ്റെ മക്കളെ നീ നിരാശരാക്കരുതേ എന്ന്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. എന്നാൽ അകത്ത് കിടന്നിരുന്ന ബഷീർ എല്ലാം കേട്ടു. അവൻ കരഞ്ഞു, എൻ്റെ റബ്ബേ, നീ ഞങ്ങളെ മറന്നില്ലല്ലോ. എന്നാൽ ആയിഷയും മക്കളും ചേർന്ന് ആ കിറ്റുകൾ തുറന്നു. അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഓരോ കുട്ടിക്കും സുന്ദരമായ പുതിയ വസ്ത്രങ്ങൾ, ആയിഷക്കും ബഷീർക്കും അടക്കം. മക്കളുടെ സന്തോഷം. ഉമ്മ, ഇത് നമുക്കാണോ? മക്കൾ ചോദിച്ചു. ആയിഷക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല. അവൾ അവരെ ചേർത്ത് പിടിച്ചു. എന്നാൽ ആ യുവാവിൻ്റെ അവസാന വാക്കുകൾ പോകാൻ തിരിഞ്ഞപ്പോൾ ആയിഷ വീണ്ടും ചോദിച്ചു, ദയവായി പറയൂ, നിങ്ങൾ ആരാണിത് കൊടുത്തയച്ചത്? അവൻ ചിരിച്ചു, ഞാൻ ഒരു മനുഷ്യൻ മാത്രം, പക്ഷേ അയച്ചത് നിങ്ങളുടെ റബ്ബാണ്. അവൻ പതുക്കെ ആ ഇരുട്ടിലേക്ക് നടന്നു. നിമിഷങ്ങൾ കൊണ്ട് അവനെ കാണാതെയായി. എന്നാൽ ആയിഷയുടെ ആ ദുആ, ആയിഷ ആകാശത്തേക്ക് കൈ ഉയർത്തി, എൻ്റെ റബ്ബേ, നീ എനിക്ക് വേണ്ടി ആരൊക്കെയോ അയച്ചു, അവനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്നാൽ പെരുന്നാൾ ദിവസം അവൾക്കൊരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു സന്തോഷം. അന്ന് സന്തോഷത്തോടെ തൻ്റെ മക്കൾ അതാ കുളിച്ചൊരുങ്ങി. ആ കൊച്ചു വീട്ടിൽ വലിയ സന്തോഷം. ബിരിയാണിയുടെ മണം, പായസം, അതെ, ചിരികളികൾ. എല്ലാവരും 4 മക്കളും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു, മൈലാഞ്ചിയിട്ട്. ആ ഒരു സന്തോഷം വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. എന്നാൽ അയൽവാസികൾ വരെ ഞെട്ടിപ്പോവുകയാണ്. ഈ മക്കളുടെ ഡ്രസ്സെല്ലാം കണ്ടിട്ട്, അല്ല ഇതൊക്കെ ഇപ്പോൾ എവിടുന്നാ, എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സ്, എന്താ ആയിഷ, എനിക്ക് എവിടുന്ന അത്രയും തോന്നെ പൈസ, ഈ എവിടുന്നെങ്കിലും മോഷ്ടിച്ചോ? ശരിക്കും ആയിഷയുടെ മറുപടി അത് വല്ലാത്തതായിരുന്നു. ആയിഷ മുന്നോട്ട് വന്നു കണ്ണീരോടെ. ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് തന്നത് എൻ്റെ റബ്ബാണ് ഇതെല്ലാം എനിക്ക് തന്നത്. അവൾ പറഞ്ഞ വാക്കുകൾ അവിടെ നിന്ന് എല്ലാവരെയും നിശബ്ദരാക്കി. എന്തൊക്കെ തന്നെയാലും നമ്മളുടെ ആയിഷയുടെ വീട് ഇന്ന് വളരെയധികം സന്തോഷകരമാണ്. എന്നാൽ ആ പെരുന്നാൾ ദിവസം, അതെ, ആ ബിരിയാണി വിളമ്പുന്നതിനിടയിൽ അവൾ വിചാരിച്ചു, റബ്ബേ, അതെ, അങ്ങോട്ട് കടന്നു വന്ന് സഹായം തന്ന ആ ഒരു യുവാവ്, റബ്ബേ, അതാരായിരിക്കും? പഠിച്ചോനെ, അത് അവരെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുമോ? ഒന്ന് നന്ദി പറയാനായിരുന്നു അല്ലാ. ആ നിമിഷം അവളും മക്കളും പടച്ച റബ്ബിനോട് നന്ദി പറഞ്ഞു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. അല്ലാഹുവേ, റഹ്മാനെ, നീ തന്നെയാണ് ഏറ്റവും വലിയവൻ. അങ്ങനെ അതാ ആയിഷയും ഭർത്താവും മക്കളും സന്തോഷത്തോടു കൂടെ ആ പെരുന്നാൾ ദിവസം കൊണ്ടാടുകയാണ്. ഇൻഷാ അല്ലാ, സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റും ഒരു ലൈക്കും തരണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പെല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.